ചതുരാകൃതിയുള്ള ഒരു കളിസ്ഥലത്തിൻ്റെ നീളം 12 മീറ്ററും വീതി 5 മീറ്ററുമാണ്. അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം എത്ര? അപ്പോൾ നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതൊരു ചതുരാകൃതിയിലുള്ള ഒരു കളിസ്ഥലം. വേറെന്ത് പറഞ്ഞിട്ടുണ്ട്? ഇതിൻ്റെ നീളം 12 മീറ്റർ, വീതി 5 മീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളമല്ലേ? ഇതിലെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കമ്പിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ അല്ലേ? അല്ലെങ്കിൽ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെ, രണ്ട് എൻഡും തുല്യമായിരിക്കത്തില്ലേ? അപ്പോൾ ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള നീളം കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരവായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ, ഈ ചതുരത്തിൻ്റെ നടുക്കൂടെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഇത് രണ്ട് ത്രികോണങ്ങളായില്ലേ? അതായത് ഈ ഒരു ത്രികോണവും എന്ത് ത്രികോണങ്ങളായത്? ഇത് 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇത് രണ്ടും മട്ട ത്രികോണങ്ങളല്ലേ? അപ്പോൾ അവിടെയാണ് നമ്മൾ അടുത്ത് മറ്റൊരു റൂളിലോട്ട് പോകുന്നത്. ഏത് റൂളാണ്? പൈതഗോറസ് തിയറം. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള സാധനമാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് ഒരു മട്ട ത്രികോണത്തിൻ്റെ നീളം വീതി, അതായത് ഇത് പാദമാണ്, ഇത് പാദവശം, ഇത് ലംബമാണ്, അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? കർണം. അതായത് നമുക്കിവിടെ ഈ കർണത്തിൻ്റെ നീളം കണ്ടുപിടിച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഉത്തരവായി. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്. എന്താണ്? കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കർണം സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണം ഈക്വൽ ടു ഈ സ്ക്വയർ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവുന്നു, സ്ക്വയർ റൂട്ട് ഓഫ് പാദം നമുക്ക് 12 മീറ്റർ തന്നിട്ടുണ്ട്. 12ൻ്റെ സ്ക്വയർ പ്ലസ് ലംബം 5 മീറ്റർ, 5ൻ്റെ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 12ൻ്റെ സ്ക്വയർ 144 പ്ലസ് 5ൻ്റെ സ്ക്വയർ 25 ഈക്വൽ ടു റൂട്ട് 144 പ്ലസ് 25 എത്രയാണ്? 169 ഈക്വൽ ടു 13 മീറ്റർ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്.